ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. സർവശക്തനായവൻ യഹോവയെ എലോഹീമവൻ സർവമുഴങ്കാലും മടങ്ങിടുമേ. സർവശക്തനായവൻ യഹോവയെ എലോഹീമവൻ സർവമുഴങ്കാലും മടങ്ങിടുമേ. സർവനാമമേകമായി ഏറ്റുചൊല്ലുമേ അവൻ സർവരാലും വന്ദിതൻ മഹോന്നതൻ. സർവനാമമേകമായി ഏറ്റുചൊല്ലുമേ അവൻ സർവരാലും വന്ദിതൻ മഹോന്നതൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവരുമായ വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സ്നേഹവാനായ ദൈവം ഈ അന്ത്യകാലത്ത് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദൈവം നമ്മെ വിളിക്കുന്നുണ്ട്. നാം യാത്ര ചെയ്യുന്ന നമ്മുടെ ഊടിവഴികളുടെ പിന്നാലെ നടന്ന് അവൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. അവർ നമ്മെ മുഴുവനുമായും അറിയരുതോ പ്രിയപ്പെട്ടവരെ? സ്തോത്രം. അവൻ നമ്മുടെ ഭാവി അറിയുന്നു, ഭൂതമറിയുന്നു, നമ്മുടെ വർത്തമാനം അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാം അറിയുന്നവനായ ദൈവം, സ്തോത്രം, നിത്യനായ ദൈവം, ആ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. എന്തിനാ? ശിക്ഷിക്കാനല്ല, നമ്മളെ ഉപദ്രവിക്കാനല്ല, നരകം ഒഴിവാക്കി തന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ സ്വർഗം, സൗജന്യമായി നമുക്ക് തരാമെന്ന വാക്ക് പറയുന്ന സ്വർഗം, അവിടെ എത്തിക്കാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. നമുക്ക് വായിക്കാം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വീണ് കിടക്കുന്ന ശൗലിനോട് കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. അത് അങ്ങനെ വായിക്കുന്നു: നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകുവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. സ്തോത്രം. ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് വെച്ച നിത്യനായ ദൈവം എന്തിനാണ് ശൗലിന് പ്രത്യക്ഷനായത്? ഞാൻ നിന്നെ എൻ്റെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ. സ്തോത്രം. ഉന്നതമായ പദവി നിനക്ക് തരുവാൻ, സ്വർഗത്തിലെ പൗരനാക്കി നിന്നെ മാറ്റുവാൻ, സ്വർഗീയമായ ഉദ്യോഗം നിനക്ക് തരാൻ ദൈവം വിളിക്കുന്നു. സ്തോത്രം. അതേ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചു. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയും, 2 പത്രോസ് 1:10, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. സ്തോത്രം. ദൈവമക്കളെ, വിശ്വാസികൾക്ക് അപ്പോസ്തലൻ പത്രോസ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ ഓർപ്പിച്ചു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ദൈവജനമേ, നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നവനായ ദൈവം എന്തിനായി വിളിച്ചു, എന്തിനായി എന്നെ തിരഞ്ഞെടുത്തു, ഇത് രണ്ടും നിങ്ങൾ അറിയാതെ പോകരുത്. ഈ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് അറിയാറ്, ലക്ഷ്യമെന്ന് അറിയാറ് എങ്ങോട്ട് ഓടും, എന്ത് ചെയ്യും, എന്ത് പ്രവർത്തിക്കും? ചെയ്യരുത്. നിങ്ങളെ വിളിച്ച അതേ കർത്താവിന് കാൽപാദങ്ങളിരിക്കണം. നിങ്ങൾക്ക് ഇരിക്കാമോ? സമയം ചെലവഴിക്കാമോ? അതല്ലെങ്കിൽ നിൻ്റെ ജീവിതം പരാജയമാണ്. ഒരു സംശയവുമില്ല. നീ ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിന് വേണ്ടി നീ കരുതുന്നില്ലെങ്കിൽ, നീ ദൈവശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ,
നിന്റെ വിളിയും തിരഞ്ഞെടുപ്പ് നീ അറിയുന്നില്ലെങ്കിൽ നീ പൂർണ്ണ പരാജയമാണ്. ഒന്ന് അംഗീകരിക്കാമോ? ഒന്ന് താഴാമോ? ദൈവസന്നിധിയിൽ ഒന്ന് താണിരിക്കാമോ? കർത്താവേ, എന്നെക്കുറിച്ചുള്ളതായ നിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ് എന്താണ്? എന്നെക്കുറിച്ചുള്ള ലക്ഷ്യം എന്താണ്? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വേറെ ദിവസം വളരെ ക്ലിയറാണ്, വളരെ കൃത്യമാണ്. പരിശുദ്ധാത്മ നിറവുള്ള സ്തെഫാനോസ് അപ്പോസ്തലന്മാരുടെ കാലത്ത് സഭ വർദ്ധിച്ചു വന്നപ്പോൾ, സഭയിൽ ജനസംഖ്യ ഏറി വന്നപ്പോൾ അപ്പോസ്തലന്മാരാണ് അവർക്കെല്ലാം മേശകളിൽ ശുശ്രൂഷിച്ചത്. ഒരു സമയം വന്നപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു, 11 പേരുണ്ട്, അവർ പറഞ്ഞു, ഞങ്ങൾ ഈ മേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ പ്രാർത്ഥനയിലും ഞങ്ങൾ വചന ശുശ്രൂഷയിലും മുറ്റിരിക്കും. സഭാമക്കൾക്ക് മേശയിൽ ശുശ്രൂഷിക്കാൻ ശക്തിയും പരിശുദ്ധാത്മ നിറവുമുള്ള ഒരു 7 പേരെ നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളുക. പരിശുദ്ധാത്മ ഹിതപ്രകാരം അപ്പോസ്തലന്മാർ അക്കാര്യം പറഞ്ഞു. അവർ 7 പേരെ തിരഞ്ഞെടുത്തു. അതിലൊരുവനാണ് സ്തെഫാനോസ്. അന്ന് ദൈവിക ശക്തിയും പരിശുദ്ധാത്മ നിറവുമുള്ളൊരു വ്യക്തിയാണ് സ്തെഫാനോസ്. ആ സ്തെഫാനോസിൻ്റെ കന്നി പ്രസംഗം, ആരുത സാക്ഷ്യം തികച്ചില്ല, മുഴുവൻ പറഞ്ഞ് തീർത്തില്ല. അതിന് മുൻപ് തന്നെ യഹൂദന്മാർ അവനെ കല്ലെറിഞ്ഞ് കൊന്നു. കല്ലെറിയുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നത് ഈ ശൗലാണ്. സ്തെഫാനോസ് അങ്ങനെ മരിക്കേണ്ടവനാണോ? ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഈ ആത്മീയ സത്യങ്ങൾ അറിയുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നല്ലൊരു യൗവനക്കാരൻ, നല്ലൊരു യൗവനക്കാരൻ, പരിശുദ്ധാത്മ നിറവുള്ള മനുഷ്യൻ. ഒരു പ്രസംഗം പോലും, ആദ്യത്തെ പ്രസംഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ, കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞല്ലോ, ദൈവം കാത്തില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, സ്തെഫാനോസിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അതാണ് ഏറെ. ഈ ഭീകരനായ ശൗലിനെ നേടുക. സഹോദര, നിനക്ക് ദൈവാത്മാക്കളെ തന്നിട്ടല്ലേ? നിനക്ക് ദൈവം താരന്തുകൾ തന്നിട്ടില്ലേ? സഹോദരി, നിനക്ക് ദൈവം താരന്തുകൾ തന്നിട്ടില്ലേ? സഹോദരി, നിനക്ക് ദൈവം ആദ്യം തന്ന താരം നിൻ്റെ ഭർത്താവാണ്. സഹോദര, നിനക്ക് ദൈവം തന്ന ആദ്യത്തെ താരം നിൻ്റെ ഭാര്യയാണ്. നീ വിശ്വസ്തരാണെന്ന് കണ്ട്, നിങ്ങൾക്ക് ഇനിയും വ്യാപാരം ചെയ്യാൻ കഴിവുണ്ടെന്ന് കണ്ട് നിനക്ക് ദൈവം മക്കളെ തന്നില്ലേ? വ്യാപാരം ചെയ്യാൻ കഴിയുന്നിടത്തോളം മക്കളെ ദൈവം നിനക്ക് തന്നു. നേടിയോ? വിളിയും തിരഞ്ഞെടുപ്പും ആ അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നാൽ, നിനക്ക് തന്ന താരന്തുകൾ നീ നേടിയാൽ, നീ അധികത്തിന് സൂപ്പർവൈസറാകും. സ്തോത്രം. അത് ദൈവീക നീതിയാണ്. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കും. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നിനക്ക് തരും. നേടിയോ സഹോദര? വിളിയും തിരഞ്ഞെടുപ്പും അറിഞ്ഞോ? അപ്പോസ്തലനായ പൗലോസ് പറയും, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉണ്ടോ? അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ എന്നെ വിളിച്ചത് എന്തിനാണ്? അതെനിക്ക് വെളിപ്പെടുത്തി തരാറ് ഞാൻ മുട്ടിൽ എഴുന്നേൽക്കുകയില്ല. പ്രാർത്ഥനയുടെ എനിക്ക് ദൈവമക്കളുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവർ, അതാണ് സഭകളുടെ പാരമ്പര്യം. സഭ പഠിപ്പിച്ചത് അതാണ്. മുട്ട തഴമ്പുള്ള എത്ര ആൾക്കാർ സഭാമക്കൾ കാണും? ശാന്തമായി ചിന്തിക്കേ. സ്തോത്രം. എൻ്റെ വിളിയാലുള്ള ആശയിന്നതെന്ന് സ്തെഫാനോസിനെ ദൈവം വിളിക്കുമ്പോൾ ഒരു വ്യക്തിയെ, സ്തെഫാനോസ് തന്നെ അവനെ വീണ്ടെടുത്തേ പറ്റൂ. ഈ ശൗലിനെ വീണ്ടെടുക്കാൻ ദൈവം കണ്ടത് സ്തെഫാനോസിനെയാണ്. സ്തോത്രം. ആ സ്തെഫാനോസ് കല്ലേറ് കൊണ്ട് മരിക്കുമ്പോൾ അവൻ്റെ ചുറ്റും യഹൂദന്മാർ പല്ല് കടിച്ച് കല്ലും കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാക്രോധത്തോടെ നിൽക്കുമ്പോൾ സ്തെഫാനോസ് കണ്ടത് സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവായ ദൈവം സിംഹാസനത്തിലിരിക്കുന്നതും പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രനായ ദൈവം എഴുന്നേറ്റ് നിൽക്കുന്നതുമാണ് സ്തെഫാനോസ് കണ്ടത്. സഹോദര, ഈ തലമുറ ജീവിക്കുന്ന സഹോദരി, നീ കാണുന്നത് മ്ലേച്ഛതയോ ഓരോ ജീവനുള്ള ദൈവത്തെയോ?
സ്തെഫാനോസ് ചുറ്റും നിൽക്കുന്ന യഹൂദന്മാരെയല്ല, പല്ല് കടിച്ചുകൊണ്ട് ക്രോധാക്രാന്തരായി നിൽക്കുന്ന യഹൂദ വർഗത്തെയല്ല, സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു, ആത്മ കണ്ണുകൾ തുറന്ന് കണ്ടു, കാണേണ്ടത് കണ്ടു. ഇപ്പോൾ എൻ്റെ അരികെ നിൽക്കുന്ന, നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന, ആണിപ്പഴുതുള്ള കൈകളുള്ള ദൈവമേ, ആ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കാമെങ്കിൽ അവിടുന്ന് പ്രകാശരശ്മികൾ പതിക്കുന്നത് കാണാം. എൻ്റെ ഹൃദയത്തിലേക്ക് പ്രകാശം വരുന്നത് കാണാം. അവൻ ആരാണെന്നറിയാമോ? സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാൻ പറയും, അവനാരിയിൽ ദൈവത്തോടെയായിരുന്നു. സ്തോത്രം. ആരിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനാരിൽ ദൈവത്തോടെയായിരുന്നു. അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു. ജീവനുള്ള ക്രിസ്തുവിനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് വെളിച്ചമാണ് നിനക്ക് വരുന്നത്. ഈ കാഴ്ച നിനക്ക് കാണാം. ഈ കാഴ്ച കണ്ടാൽ, എൻ്റെ ആത്മക്കണ്ണുകൾ തുറന്ന് കിട്ടിയാൽ നീ അവനെ വിട്ട് വേറെങ്ങും പോയില്ല. അവനെ വിട്ട് നീ വേറെ എങ്ങും പോയില്ല. സത്യമാണ് പ്രിയപ്പെട്ടവർ. ഒന്ന് നോക്കാമോ? നിൻ്റെ ഈ സംഭവബഹുലമായ ജീവിതയാത്രയിൽ ഒരു നിമിഷം ഒന്ന് ഹൃദയം സ്വയം താഴ്ത്തി കർത്താവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാമോ? അവൻ നിന്നോട് ഹൃദ്യമായി ഇടപെടുന്ന നിനക്ക് കാണാം. ശൗല് കർത്താവിനെ കണ്ടു. ശൗൽ കർത്താവിനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, അതിന് മുഖാന്തരമായത് സ്തെഫാനോസിൻ്റെ ഒരു വാക്കാണ്. മരിക്കുന്ന സമയം സ്തെഫാനോസ് ഒരു വാക്ക് പറഞ്ഞു, പിതാവേ, ഇവരുടെ പാപം ഓർക്കരുതേ. ഇവരുടെ പാപം ഓർക്കരുത്. ആരുടെയാ? ഒരു പാപവും ചെയ്യാതെ തന്നെ കല്ലെറിയുന്ന യഹൂദന്മാരുടെ പാപം. അത് പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം ക്ഷമിച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. സഹോദര, കർത്താവ് പഠിപ്പിച്ച കത്ത് പ്രാർത്ഥന എന്നും ചൊല്ലുന്നവരല്ലേ നാം ഓരോരുത്തരും? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അതിൻ്റെ അർത്ഥം എന്താ സഹോദര? അതിന് IAS പഠിത്തമൊന്നും വേണ്ടല്ലോ. എൻ്റെ കടക്കാരനോട് ഞാൻ എങ്ങനെ ക്ഷമിച്ചു അതുപോലെ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കേണ്ടതല്ലേ എൻ്റെ അർത്ഥം. അതിന് വേറെ പ്രത്യേകിച്ച് വ്യാകരണം പഠിക്കണോ? അതിന് പ്രത്യേകിച്ച് വേറെ ബുദ്ധി വേണോ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കത്തുപ്രാർത്ഥന ചൊല്ലാനുള്ള അധികാരം ആർക്കുള്ളതാണ്? സ്വന്തം കടക്കാരനോട് ക്ഷമിച്ചു കൊടുക്കുന്നവർക്കുള്ളതല്ലേ? അത് വ്യഭിചരിക്കരുത്, അത് തോന്നിവാസം ഉപയോഗിക്കരുത്. അനുഭവിച്ചിട്ട് നീ വേണോ പ്രാർത്ഥനയല്ല. നിന്റെ കടക്കാരനോട്, നിനക്ക് കടപ്പെട്ടവനോട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വ്യവഹാരങ്ങൾ കേസുകൾ ഉണ്ടാവുമോ? ഈ അടിയും തല്ലും കുത്തുമുട്ടും ഉണ്ടാവുമോ? എങ്ങോട്ടാ സഹോദര നീ? ലക്ഷ്യം എങ്ങോട്ട്? തിരിച്ചറിയാതെ പോകല്ലേ. ദൈവത്തിനെ വിളിക്കുന്നു, തെരഞ്ഞെടുപ്പ് അറിയാതെ പോകല്ലേ. സ്തോത്രം. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് എഫെസർ 1:18 അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്താണ് ആശ? ആത്മാക്കളെ നേടുക. സ്തോത്രം. കർത്താവിൻ്റെ പ്രിയമക്കളായി ദൈവമാശയോടെ വളർത്തിക്കൊണ്ടുവരുന്ന അനേകരുത് നിത്യനാശത്തിലേക്ക് പോകുന്നു. കർത്താവ് ആരെയാണ് നോക്കുന്നത്? നശിക്കുന്ന ആത്മാക്കളെ കണ്ട് കർത്താവ് ആരെയാണ് നോക്കുന്നത് അറിയാമോ? അവൻ്റെ സ്നേഹം പകർന്നു തന്ന സഹോദര, അവൻ്റെ ജീവൻ്റെ വചനം കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സഹോദരി എൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. എന്നെയും നിങ്ങളെയും നോക്കുന്നു. എന്താണ് അവൻ്റെ വിളിയാലുള്ള ആശ? ആത്മാക്കളെ നേടുക. ആത്മാക്കളെ നേടുവാൻ വേണ്ടി ജീവിതം മാറ്റിവെക്കുക. നിനക്ക് വേണ്ടി അവൻ കരുതിക്കൊള്ളു. ആത്മാക്കളെ നേടാമോ? അതിന് വേണ്ടി ജീവിതം മാറ്റിവെക്കാമോ? സമർപ്പണം എടുക്കാമോ? സ്വർഗ്ഗം തന്നെ ഉറ്റു നോക്കുന്നുണ്ട്. അവൻ്റെ സ്നേഹം നിൻ്റെ മേൽ പകരുന്നുണ്ട്. നിനക്ക് വേണ്ടി അവനെല്ലാം കരുതുന്നുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ മനോഹരമായി വിളിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ നാളിൽ
അന്നത്തെ സമൂഹത്തെ നോക്കിക്കൊണ്ട്, ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഈ വാക്യം നിങ്ങൾക്കൊന്ന് ധ്യാനിക്കാമോ? അന്നത്തെ ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് രക്ഷകനായ കർത്താവായ യേശു വിളിച്ചു പറഞ്ഞു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അന്ന് ജനത്തിന് അധ്വാനം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. റോമൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതായ ആ അധ്വാനത്തെക്കുറിച്ച് അവർക്കറിയാവൂ. അതിനപ്പുറം ഒരു അധ്വാനം അവർക്ക് അറിഞ്ഞുകൂടാ. ദൈവമേ, ദൈവജനത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം നിയമിച്ച സ്വന്തം ജനമായ ഇസ്രായേൽ, അവർ പോലും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടവരായി ജീവിക്കുന്നു. അവർ പോലും റോമൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അടിമത്തം അനുഭവിക്കുന്നു. അതേ അവർക്കറിയാവൂ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരെ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്നതിന് വേണ്ടി, മക്കളെ നേർവഴിയിൽ നടത്തുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ സമൂഹമേ, അവൻ നിങ്ങളെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? പാപം മാറാൻ അധ്വാനിക്കുന്നവരും പാപഭാരം ചുമക്കുന്നവരുമേ. അതല്ലേ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നത് മുഴുവൻ. എത്ര ഉന്നതന്മാർ പോലെ താഴെയുള്ളവരെ ശ്രദ്ധിച്ചോ, നിങ്ങൾ നോക്കിക്കോ, സൂക്ഷിച്ചോ. പാപം മാറാനുള്ള അധ്വാനം എന്തെല്ലാമാ? കർത്താവിൻ്റെ മക്കളായി ഈ തലമുറയിൽ ജീവിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് യാചിച്ചുകൊണ്ട് നടക്കുക വഴിതൂറും. ഇതാണോ ക്രിസ്ത്യാനി? ഇതാണോ എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും? ഇതിനാണോ ദൈവം എന്നെ ജനിപ്പിച്ചത്, സൃഷ്ടിച്ചത്? പ്രിയപ്പെട്ടവർ, പാപം മാറാൻ അധ്വാനിക്കുന്നവരും പാപഭാരം ചുമക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും. വേറെ എങ്ങോട്ടും പോകാൻ കർത്താവ് പറഞ്ഞില്ല. വേറൊരു പുണ്യസ്ഥലത്തേക്കും പോകാൻ പറഞ്ഞില്ല. ഒരു ദൈവാലയത്തിലേക്കും പോകാൻ പറഞ്ഞില്ല. ഒരു കബറിങ്കിലേക്കും പോകാൻ പറഞ്ഞില്ല. എൻ്റെ അടുക്കൽ വരുവീൻ. ഏകരക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അധ്വാനം മാറും, ഭാരം മാറും. പ്രിയപ്പെട്ടവർ, ജീവിതം മാറും, പാപം മാറും, പാപഭാരം മാറും. നീ പഞ്ഞി പോലെയാകും. ഒരു ഭാരവുമില്ലാത്തവനായി ഒരു പഞ്ഞി പോലെ ഈ ഭൂമിയിൽ നിനക്ക് നടക്കാം. ഉണ്മയായ സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ഭാരവും അധ്വാനവും എല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുക. എല്ലാവരും ഏറ്റെടുക്കും. പകരം തരുന്നതിനറിയാമോ? അടുത്ത വാക്യത്തിലുണ്ട്. സ്തോത്രം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാണ് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആർക്കാണ് ആശ്വാസം? ആത്മാവിന് ആശ്വാസം. സഹോദര, കാത്തിക്കിടന്ന ഉറക്കം വരുമോ? ആത്മാവിന് ആശ്വാസമുണ്ടോ? ആത്മാവ് സ്വസ്ഥമാണോ? ഹൃദയം സ്വച്ഛ സുന്ദരമാണോ? ക്രിസ്തുവിൽ ഏകാഗ്രമാണോ? ശാന്തമായി ചിന്തിക്കൂ. എന്താണെന്നറിയാമോ? ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ നുകം, അവിടെ പറയുന്നുണ്ട്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. കർത്താവിനോട് സംസാരിക്കുന്നത്, ദൈവിക സംസർഗത്തിലിരിക്കുന്നത്. അയ്യോ മക്കളെ, എന്താ ആശ്വാസം എന്നറിയാമോ? ഞാൻ 30-ാമത്തെ വയസ്സിൽ ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് ഉദ്യോഗമുള്ളൊരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 2 നേരം ഇച്ചിരി കഞ്ഞിയും 2 നേരവും ചായയും തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ 24 മണിക്കൂർ ഞാൻ ഈ വേദപുസ്തകം വായിച്ച് ദൈവസന്നിധിയിൽ ഞാൻ ഇരുന്നോളാവുന്നത്. എത്ര ഹൃദയമെന്നറിയാമോ ദൈവത്തോടിരിക്കുന്നത്? എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവാകും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭാരമെല്ലാം കർത്താവിൻ്റെ ഇല്ല. സ്തോത്രം. എനിക്ക് സത്യം പിടികിട്ടിയിട്ടുണ്ടോ? അധ്വാനം മുഴുവൻ കർത്താവിനാണ്, പക്ഷെ ക്രെഡിറ്റ് മുഴുവൻ നോക്കുക. സ്തോത്രം. നിങ്ങൾ അനുഭവിക്കാതെ പോകല് കേട്ടോ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. ഞാൻ സൗമ്യനാണ്, ഞാൻ ശാന്തതയുള്ളവനാണ്, എനിക്ക് ഉന്നതഭാവമില്ല.
ഞാൻ നിന്നെ ഭരിക്കാനല്ല, ഞാൻ നിന്നെ ശിക്ഷിക്കാനല്ല, എൻ്റെ നുഖമേറ്റുകൊണ്ട്. മകനെ, ഞാനൊരു നുഖത്തിൻ്റെ കീഴിൽ ഞാൻ അമിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അവിടെ ഒരാൾക്കൂടെ സ്ഥാനമുണ്ട്, അത് നിന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ആ നുഖത്തിന് കീഴിൽ നിനക്ക് അമിക്കപ്പെടാമോ? നിനക്ക് മനസ്സാണോ? ഈ കാളവണ്ടി കണ്ടിട്ടുള്ളവർക്കറിയാം, ഇന്നുള്ളവർക്ക് പേർക്ക് മനസ്സിലാവില്ല. അതിൻ്റെ നുഖമുണ്ട്. 2 കാളയെ അമിക്കും. ആ കാള വന്ന് കുനിഞ്ഞ് നിന്ന് കൊടുത്താൽ ആ അമിക്കയറ് കൊണ്ട് ആ നുഖത്തോട് ചേർത്ത് അമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാളയ്ക്ക് ഒരിക്കലും തന്നെ പോകാൻ ഒക്കില്ല. സ്തോത്രം. കർത്താവ് പറയുന്നു, എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. ആ നുഖത്തിൻ്റെ ഒരു വശത്ത് കർത്താവ് യേശു ക്രിസ്തു അമിക്കപ്പെട്ടിരിക്കുന്നു, മറുവശത്ത് ഒരാളെ വേണം. നിന്നെ വിളിക്കുന്നു സഹോദര, നിന്നെ വിളിക്കുന്നു, നിന്നെ ഓമനപ്പേർജിൽ വിളിക്കുന്നു. ഈ നുഖത്തിന് കീഴിലേക്ക് വന്ന് അവനോട് ചേർന്ന് അമിക്കപ്പെടാമോ? അമിക്കപ്പെട്ട ആൾ ഭാഗ്യനറിയാമോ? നീ ശാന്തനായി അവിടെ നിന്നാൽ മതി, കർത്താവ് കൊണ്ടുകൊള്ളും, വഴിതെറ്റുകയില്ല. അവനെല്ലാം അറിയുന്നവനാണ്. സ്തോത്രം. അവൻ നേർവാതിൽ നടത്തിക്കൊള്ളും, പുറകെ കടന്നാൽ മതി. ഭാരം മുഴുവൻ അവൻ്റെ മേൽ, സകല ആശ്വാസവും നിൻ്റെ മേൽ. സ്തോത്രം. ആത്മാവിൻ്റെ ആശ്വാസം. ശരീരത്തിന് രോഗം കാണും, പീഡകൾ കാണും, മറ്റുള്ളവരുടെ ആരോപണങ്ങൾ കാണും, അധിക്ഷേപങ്ങൾ കാണും. പക്ഷെ അതൊന്നും എന്നെ ഏൽക്കില്ല. അനുഭവിക്കും സഹോദര. ഈ തലമുറയിലും ദൈവത്തിനെ വിളിക്കുന്നു, ദൈവത്തിൻ്റെ ഓമനപ്പേർജിൽ വിളിക്കുന്നു. സ്തോത്രം. ആശയോടെ തന്നെ വിളിക്കുന്നു. നമുക്ക് അവങ്കിലേക്ക് ചെല്ലാം, നമുക്ക് അവൻ്റെ അടുത്ത് ചെല്ലാം. സ്തോത്രം. ആത്മാക്കളുടെ ആശ്വാസത്തിനായി കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. നമുക്ക് എഫേസ്യ ലേഖനം 4-ാം അധ്യായം എടുക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. കത്ത് സേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. അപ്പോസ്തലൻ സ്വന്തം അനുഭവമാണ് ആ ലേഖനത്തിൽ കാണിച്ചിരുന്നത്. ദൈവം എല്ലാവരെയും വിളിക്കുന്നു. അപ്പോസ്തലനെ വിളിച്ച അതേ വിളി ദൈവം എല്ലാവരെയും വിളിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, എങ്ങനെയാണ് അവനെ കണ്ടത്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുക. സ്തോത്രം. 3 കാര്യങ്ങളിൽ എടുത്ത അപ്പോസ്തലൻ ഓർപ്പിച്ചു എഫേസ്യ സഭയെ. എന്തൊക്കെയാണത്? പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുക. ഇത് കണ്ടാൽ അവൻ ക്രിസ്തുവിൻ്റെ പൈതലാണെന്ന് കാണും, ലോകം കാണും, ആവശ്യക്കാർ കാണും. അവനെ കർത്താവിന് സാക്ഷിയാണെന്ന് ലോകം കാണും. ദൈവനെ അംഗീകരിക്കും. നിൽക്കാം. നമുക്ക് അസാധ്യമായ കാര്യമാണോ അത്? പൂർണ്ണവിനയത്തോടെ കർത്താവ് ചെയ്ത് കാണിച്ചതല്ലേ? പൂർണ്ണവിനയം കർത്താവ് കാണിച്ചതില്ലേ? നമുക്ക് കർത്താവിനെ പിൻഗമിച്ചുകൂടെ? പൂർണ്ണവിനയത്തോടെ നടന്നുകൂടെ? പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും. കർത്താവ് സൗമ്യനായിരുന്നു, ശാന്തനായിരുന്നു, എവിടെയും താണു നിൽക്കുന്നതായിരുന്നു. സ്തോത്രം. ഒരു ദൈവവേദൽ അവൻ്റെ ജീവിതം കണ്ടാൽ മതി, അവന് പ്രത്യേകിച്ചൊന്നും പറയണ്ട. അവൻ്റെ നടപ്പും എടുപ്പും അവൻ്റെ പോക്കും കണ്ടാലറിയാം അവന് ദൈവവേദലാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേക ഭവനങ്ങളിൽ എൻ്റെ ഔദ്യോഗികമായ ജോലിയുടെ ഭാഗമായിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് ചെന്നാൽ ആ വീട് കാണുമ്പോഴറിയാം അത് രക്ഷിക്കപ്പെട്ടവരുടെ വീടാണോ അല്ലയോ. ആരെയും കാണണ്ട, ഒരു മനുഷ്യരെയും കാണണ്ട. സ്തോത്രം. അതിൻ്റേതായ ശാന്തത, അതിൻ്റേതായ ഒരു സൗമ്യത അവിടെ കാണും. നമുക്ക് നിൽക്കാം, ഈ തലമുറയിൽ നിൽക്കാം, ഉപ്പായി നിൽക്കാം, ലോകത്തിന് വെളിച്ചമായി നിൽക്കാം, അനേകർക്ക് വെളിച്ചം പകർന്നുകൊണ്ട് നിൽക്കാം. കർത്താവിൻ്റെ ഒരു പ്രകാശഗോളമാക്കി തീർക്കും. സംശയിക്കണ്ട. അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ഈ ലോകത്തിലെ ജനത്തിന് വെളിച്ചം കൊടുക്കാൻ, നിന്നെ ഈ തലമുറയിൽ പ്രകാശമാക്കി നിർത്താൻ കർത്താവിന് കഴിയും. നിൽക്കാമോ? കെട്ടതിരികളെ കത്തിക്കാൻ അവൻ വന്നിട്ടുണ്ട്. സ്തോത്രം. പ്രകാശം പരത്താൻ അവൻ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ അല്പം വെളിച്ചം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ദീപം കത്തിക്കാൻ വെളിച്ചമായ കർത്താവ് വന്നിട്ടുണ്ട്. വിശ്വസിക്കാമോ? ഹൃദയത്തെ പ്രകാശിപ്പിക്കും. അവിടെ നിന്ന് വെളിച്ചം പരക്കാൻ തുടങ്ങും.
ദൈവത്തിലേ സമൂഹം മുഴുവൻ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഒരാൾ വെളിച്ചമായി നിന്നാൽ എല്ലാവർക്കും വെളിച്ചത്തിൽ പോകാം. എല്ലാവർക്കും വെളിച്ചത്തിൽ പോകാം. സഹോദര, നീ ഒരു കുടുംബത്തിൻ്റെ നാഥനല്ലേ? നിന്നെ പിൻപറ്റുന്ന അനേക ആത്മാക്കൾ നിൻ്റെ വീട്ടിലില്ലേ? നിൻ്റെ കുടുംബത്തിലില്ലേ? നിൻ്റെ സഭയിലില്ലേ? നിൻ്റെ കൂട്ടായ്മയിലില്ലേ? ഒരു വെളിച്ചമായി നിനക്ക് നിൽക്കാമോ? പ്രതിഫലമുണ്ട്. എവിടെയാ? നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലമുണ്ടാകും. ദൈവീക പ്രതിഫലം നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ. അതെന്നാണ്? ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ. അതെന്നാണ്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ. അതെപ്പോഴാണ്? ആർക്കും അറിഞ്ഞുകൂടാ. യേശുക്രിസ്തുവിന് പോലും അറിഞ്ഞുകൂടാ. പിതാവായ എത്രമാത്രം അറിയാം. ഒരു കാര്യം സത്യമാണ്, കർത്താവ് രണ്ടാമത് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച എത്ര പേർ എന്ന് ജീവൻ പ്രാപിക്കും? ക്രിസ്തുവിൽ ജീവിക്കുന്ന എത്ര പേർ രൂപാന്തരം പ്രാപിക്കും? കൃത്യമായ കണക്ക് പിതാവാലികത്തിൻ്റെ കയ്യിലുണ്ട്. ആ സംഖ്യ തികയുമ്പോൾ ഒരു നിമിഷം വൈകില്ല, കർത്താവ് രണ്ടാമത് വരും. സമയം ഇപ്പോൾ എന്നറിയായികയാൽ ഉണർന്നിരിപ്പി. കർത്താവ് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ദൈവജനമേ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മനോഹരമായ സമയം അവരെ പാഴാക്കി കളയല്ലേ, നഷ്ടപ്പെടുത്തി കളയല്ലേ. സൃഷ്ടാവായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് വിളിക്കുന്നു. നമ്മെ അറിയുന്നവനായ ദൈവം, നാം മനസ്സാന്തരപ്പെടുത്തിലേക്ക് നമുക്ക് വരാൻ പോകുന്ന ശിക്ഷ അറിയുന്നവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. ആ വിളി കേട്ടുകൊണ്ട് നമുക്ക് എൻ്റെ പിന്നാലെ ചെല്ലാം. ആ വിളി ദമസ്കോസിൻ്റെ വെടിവാതിൽക്കൽ വെച്ച് ശൗല് കേട്ടു. ആ സെക്കൻഡിൽ അവൻ തിരിഞ്ഞു, തന്നെ യേശുവിനെ കണ്ടു. അവൻ ദൈവശുദ്ധ കേട്ടു. അവന് മനസ്സിലായി ജീവിതം എങ്ങനെയാണെന്ന്. അവൻ കർത്താവിനെ അനുഭവിപ്പാൻ ചെയ്താന്നറിയാമോ? അവൻ നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. കർത്താവിനെ കണ്ട ശൗല്, കർത്താവിൻ്റെ ശബ്ദം കേട്ട ശൗല് പൗലോസായി മാറി. അവനിതാ അറേബ്യൻ മരുഭൂമിയിൽ പോയി 3 വർഷക്കാലം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽപ്പാദത്തിൽ അവൻ താണിരുന്നു. കർത്താവിനെ പഠിപ്പിച്ചു. സ്തോത്രം. അതുകൊണ്ടത്രേ അപ്പോസ്തലനായ പത്രോസിനെ പോലും നിനക്ക് തെറ്റുപറ്റി എന്ന് പൗലോസ് പറയാൻ പ്രാഗൽഭ്യം കിട്ടിയത് കർത്താവിൽ നിന്ന് നേരിട്ട് പഠിച്ചത് കൊണ്ടാണ്. സഹോദരികളെ, നമുക്ക് ജീവിതം കർത്താവിന് കൊടുക്കാം. കർത്താവിനോട് ഒരു വാക്ക് പറയാം. കർത്താവ്, ഇതുവരെ തെറ്റിപ്പോയ എൻ്റെ ജീവിതം കർത്താവ് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുതാപവാക്യങ്ങളോട് നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. മനസ്സലിയണമേ കർത്താവെ, തിരുരക്തത്താൽ കഴുകണമേ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ. നീ പാപിയെ തള്ളിക്കളയുന്നവനല്ലല്ലോ കർത്താവെ. നീ ഓരോ പാപിയെയും സ്നേഹിക്കുന്ന ദൈവമാണല്ലോ. നീ പാപത്തെ വെറുക്കുന്നുവെങ്കിലും പാപിയെ സ്നേഹിക്കുന്നല്ലോ. ഇതാ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവെ, മുറിഞ്ഞ കരങ്ങൾ ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ശത്രുവിനെ ഞങ്ങളിൽ നിന്ന് മത്സിച്ചകറ്റണമേ. അധികാരമുള്ള ദൈവത്ര അവിടുന്ന് ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് അധികാരത്തോടെ ഞങ്ങളുടെ ഹൃദയത്തിലെ സിംഹാസനത്തിൽ ഇരുന്ന് ഞങ്ങളെ നടത്തണമേ, നയിക്കണമേ, നിയന്ത്രിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. കൂട്ടായ്മയെ രണ്ടാമത്തെ വരവരെയും കാക്കണമേ. മാനവ മഹത്വത്തോടെ എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.